എനിക്ക് വിശ്വാസമില്ല ബാബുരാജ് ആണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ബാബുരാജ് ആണെങ്കിൽ അതിവിടെ തെളിയിക്കണം. ഈ ഫ്ലോറിൽ അതെ നിങ്ങൾ തെളിയിക്കണം. ബാബു എന്ന് പറഞ്ഞുകൊണ്ട് ഷൂവും പാന്റും ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് നിങ്ങൾ തെളിയിക്കണം നിങ്ങൾ ബാബുരാജ് ആണെന്ന്. ഞാൻ ഉദാഹരണം പറയട്ടെ. ഇത് അറിയാലോ, നമ്മുടെ ചേച്ചിയാണ്, സ്വന്തം അടുത്ത ആളാണ്. ഈ ചേച്ചി മോഹൻലാൽ വിചാരിച്ചത് നടന്നിട്ടില്ല, അറിയാം. എന്തോ കുഞ്ചാക്ക ബാബൻ ശ്രമിച്ച് ദിലീപേട്ടൻ വന്ന വഴിക്ക് പോയി. ഒരു മനുഷ്യൻ വിചാരിച്ചതിനൊക്കെ നടന്നിട്ടില്ല. നീ ചേച്ചിയുടെ പാട്ടുകൾ സീനെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നടൻ ചേച്ചി എടുത്ത് പോയത്തണം നീ കണ്ടിട്ടുണ്ടോ? അതില്ല. ആരോഗ്യമില്ല അതിനുള്ള. ബാബുരാജ് ആണെങ്കിൽ ഞങ്ങളുടെ ഈ ചേച്ചി ഒന്ന് ഉയർത്തി കാണില്ലേ? എന്ത്? താങ്കൾ ബാബുരാജ് ആണെങ്കിൽ ഞാൻ പറയുന്നു താങ്കൾ ഡൂപ്പാണ്, ബാബുരാജ് അല്ല. താങ്കൾ ബാബുരാജ് ആണെങ്കിൽ എന്റെ ചേച്ചി ഒന്ന് ഉയർത്തി കാണിക്കണം, എയറിൽ നിർത്തണം. അല്ല, ചേച്ചി ഉയരത്തിലാണല്ലോ. ഉയരത്തിലാണ്, അതല്ല, പൊക്കി കാണിക്കണം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൊക്ക്, ഞാനൊന്ന് കാണട്ടെ. ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. മൈക്ക് ഞാൻ പിടിച്ചോളാം. ഓക്കെ, നോക്കൂ. അല്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ബാബുരാജനെ തെളിയിക്കണം. നിങ്ങൾ ഇത്രയും നേരം എന്റെ ചെറുക്കനെ തോണ്ടിയല്ലോ. ഇനി ഞാൻ വയലന്റ് ആയ ഞാൻ തീർത്തണം. എനിക്കെന്ന് വെച്ചാ പിന്നെ പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം സത്യം പറയല്ല, കൃഷ്ണപിള്ള അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. സംഘർഷം ഒഴിവാക്കാം. നോക്കൂ, തെളിയിക്കണം. ജഡ്ജിയായിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഇവര് പറയണം കേൾക്കണം. അല്ല, ഇപ്പൊ നിങ്ങൾ ജഡ്ജല്ല ബാബു. ഈ ചെകുത്താനോട് വേദം ഓതിയിട്ട് കാര്യമില്ല, വെട്ടാം വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് ബാബു. അപ്പൊ അത് തെളിയിച്ചാ പോവാല്ലോ. തെളിയിച്ചാ പോവാം. ഓക്കെ, ഇവിടുന്ന് ജീവനോടെ പോകാം. അല്ലെങ്കിൽ നീല ടർപ്പയും ചുവന്ന കസേരയും. ഇവിടെ ഈ ചേച്ചിയെ പൊക്കാൻ ബാബു ചേട്ടനെ കൊണ്ടേ പറ്റൂ. അതെ, പിന്നെ വേറെ ഇത് ബാബു ചേട്ടനോ? പിന്നെ ഇത് സുഗുണൻ. ആള് മാറി വന്നിരിക്കുന്നു. ബാബു ചേട്ടനെ കൊണ്ട് സുഗുണൻ ചേട്ടനെ കൊണ്ടേ പറ്റൂ. ഇവിടെ വേറെ ഒരു സംഭവം കൊണ്ടുവരാം, ബുൾഡോസർ. അത് ഇതിനകത്ത് കയറില്ല, അല്ലെങ്കിൽ പൊക്കാൻ. ഹലോ, എക്സ്ക്യൂസ് മീ മാഡം. മാഡം, സ്ത്രീകളോട് അതിക്രമം പാടില്ല, അറിയാല. ഹലോ, രതിനിർവേദം. ഇവിടെ വന്ന് നിൽക്കൂ. ചെറുക്കനെ തോണ്ടാതെ ഇവിടെ വന്ന് നിൽക്കൂ. ഇതൊന്ന് കാണട്ടെ. അവൻ പപ്പു അല്ല നിങ്ങൾക്ക് എടുത്തിട്ട് അരിയാട്ടാൻ. കാണിക്കണം. അങ്ങ് കാണിക്കണം. അതൊക്കെ കഴിഞ്ഞാൽ എനിക്കും ശ്വേതയ്ക്ക് ഇവിടുന്ന് പോവാം ഉയിരോടെ. അല്ലെങ്കിൽ ഭീഷണിയാണ്. പഴത്തൊലിയിട്ട് നിരങ്ങും. ചക്രമില്ലാത്ത വണ്ടികളാണല്ലോ ജീവിതം. ഇല്ല, ഉയർത്തണം. ഞാൻ പിടിച്ചോളാം. പറയുന്നത് കേൾക്കണം, അറിയാലോ. വാങ്ങിച്ചോളാം. കാണട്ടെ, ഈ ഫ്ലോറിൽ ഞാനൊന്ന് കാണട്ടെ. പണ്ട് നമ്മള് കൊറേ ഇതിപ്പോ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. പണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് നിർബന്ധിച്ചാലും ഒരു സുഖം. അല്ല, ഞാൻ സുഗുണ, താല്പര്യമുണ്ടെന്ന് കണ്ണുകളിലുണ്ട് സുഗുണ. അതങ്ങ് ചെയ്താ പോരെ. എനിക്കാണോ? രണ്ടുപേർക്കും എളുപ്പാവട്ടെ. ഇനി വേറെ ഉണ്ട്. എടാ, കൈ എടുത്തോടാ നീ. ഏത് കൈ? മറ്റേ എന്റെ കൈ എടുക്കണോ? നീ അവനെ തേച്ച് വിട്ടല്ലേ. കാലുകളൊക്കെ വേണമെങ്കിൽ എടുക്കി. കോഴിയുടെ കൈയല്ലേ അങ്ങോട്ട്.